നല്ല ധൈര്യശാലിയാണല്ലോ. വിഷ്ണുവിൻ്റെ പ്രായത്തിലേ എനിക്കിങ്ങനെ പ്രേമിച്ച് നടക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. 10 കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. വെറുതെ വെയിലും കൊണ്ട് കാശും പിരിച്ച് നടന്ന സമയത്ത് കാശുള്ള വീട്ടിലൊരു പെങ്കുച്ചിനെ പ്രേമിച്ചാൽ കെട്ടിയാൽ മതിയായിരുന്നല്ലോ. അല്ല, വിഷ്ണുവിന് ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്ന് കയറുന്നതിന് മുമ്പ് അവളോടെങ്കിലും ഒന്ന് അന്വേഷിക്കാമായിരുന്നു ഞാൻ ആരായിരുന്നു. എന്നാ കേട്ടോ, നിന്നെ കെട്ടിയില്ലെങ്കിലേ അവൾ കെട്ടിത്തൂങ്ങി ചാവൂന്ന് പറഞ്ഞാലും ഞാനങ്ങ് ചാവട്ടെ എന്ന് വെക്കും. അപ്പോഴാണ് അവൾ പറയുന്നത് നീ ആയിട്ടൊരു ബന്ധുവില്ലെന്ന്. അല്ല, അത് അവൾ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞ. അവൾക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണ്. സാറിൻ്റെ ഈ കാശൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ സാറിൻ്റെ സമ്മതം ഇല്ലെങ്കിലും അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ തന്നെ. ഇപ്പം നിനക്ക് കാര്യങ്ങൾ പിടിയിട്ടില്ലേ? ഇനി മേല ഇത് പറഞ്ഞ് ഈ കമ്പനിയുടെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ടാലുണ്ടല്ലോ, അറിയപ്പോടാ. ചില കമ്പനികളുടെ ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കമ്പനികളുടെ AMC കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നീ എന്നാ അങ്ങനെ എന്തെങ്കിലും ചെയ്യടാ. കിട്ടണ്ടാ അനീഷേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ വെക്കോ? എന്താണ്? നിക്കോന്ന് പറ. എടാ നീ കാര്യം പറ. എനിക്കേ ശില്പേടപ്പനെ തല്ലണം. ബെസ്റ്റ്. എന്തിന്? ഞാൻ അവളോട് സോറി പറയാൻ വേണ്ടി ഓഫീസിൽ ചെന്നതാണ്. അയാൾ എന്നെ പിടിച്ച് തല്ലി. നിനക്കൊരു പ്രാന്തുണ്ട് വിഷ്ണു. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് അയാളെ തിരിച്ചു തല്ലണം. അനീഷേട്ടൻ എൻ്റെ കൂടെ വെക്കണം. നീ ആവശ്യമില്ലാത്ത പണിക്ക് പോലെ കേട്ടോ, അവരൊക്കെ വലിയ ബിസിനസ്സുകാരാണ്. എടാ വെള്ളം കുടിച്ച് കുടിക്ക്. അതെ എടാ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. നമ്മളെ കൊണ്ട് തിരിച്ചെല്ലും നടക്കില്ല. അവക്ക് നിന്നെ വേണ്ടല്ലോ. നീ അവളെ മറന്നേക്ക്, അത് നല്ലത്. അവളെ ഞാൻ മറക്കാം, പക്ഷെ ഇതുണ്ടല്ല. അവളപ്പം ചാവില്ലാട്ടാ. ഓക്കെ, ബ്രാഞ്ചിൽ നിന്ന് കോള്. ആ ചേച്ചി ശരി. ഇവിടെ അവിടുത്തെ പ്രിൻ്ററിൻ്റെ ഒന്ന് കംപ്ലൈൻറ്റ്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഡാ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ പോയിട്ട് വരാം. ഞാൻ ഇവിടെ ഇരിക്കട്ടാ. അനീഷേട്ടാ, ഞാനും ഉണ്ട്. എന്താടാ? എടുക്ക്. വണ്ടി എടുക്ക്. എന്താന്ന്? എടുക്ക്. എന്ത് ചേച്ചി? അവിടെ അനീഷേട്ടാ, എനിക്ക് ഇവിടുത്തെ സിസ്റ്റം ഒന്ന് ചെക്ക് ചെയ്യണം. എന്തിന് ചെക്ക് ചെയ്യണം. എടാ നീ ആവശ്യം നോക്കിയേ. ആ ചേച്ചി ഞാൻ സിസ്റ്റം നോക്കിക്കോളേട്ടാ. ആ ചേച്ചി ഓക്കെ ഉണ്ട്. എന്താ ചെയ്തേ? ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല.
ഞാൻ അവരുടെ സെർവറിൻ്റെ പബ്ലിക് ഐ പി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ സെക്യൂരിറ്റി ഉള്ളതൊന്നുമല്ല. വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഒരു പണി കൊടുക്കടാ റോയൽ പീരിയഡിന്. ബൈനറി കിങ്ങാ? ആ, അതെൻ്റെ VPN പ്രൊഫൈൽ നെയിമാണ്. നിനക്ക് കുറച്ചുകൂടി നല്ല പേരിട്ടൂടെ? ആ, എന്നാൽ പിന്നെ ഞാൻ ഉദയൻ ചേട്ടൻ്റെ ഓട്ടോൻ്റെ പേരിടാം. എന്ത്? നീ ഇതിലേക്ക് എങ്ങനെ കയറാൻ പോണേ? ഇത് കണ്ട, ഇത് അവരുടെ RTP പോർട്ടാണ്. അത് ഓപ്പണാണ്. അതുവഴി ഒന്ന് അറ്റാക്ക് ചെയ്ത് നോക്കട്ടെ. അതിന് നിനക്ക് പാസ്വേഡ് അറിയോ? അതിനാണ് ഏട്ടാ അറ്റാക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 1.5 കോടി പാസ്വേഡുള്ള ഒരു ഡാറ്റാബേസ് ഉണ്ട്. അതിൽ നിന്ന് ഓരോന്നും മാച്ച് ചെയ്ത് നോക്കണം. അതിലേതെങ്കിലും ഒന്നാണെങ്കിൽ കിട്ടും. അതല്ലെങ്കിൽ തന്നെ വേറെ വഴികളുണ്ട്. അതുവരപ്പം നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യാം. അനുഷേ, ഇത് കഴിക്കും. ഇതെന്താ പരിപാടി? ഞങ്ങളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. ശരി ശരി നടക്കട്ടെ. ആ, അത് കിട്ടിയിട്ടാ. പാസ്വേഡ് കിട്ടിയാ? ആ, ഇതാണ് പാസ്വേഡ്. ആ, ഇതാണ് അവന്മാരുടെ സെർവർ. നീ എന്താ ചെയ്യാൻ പോണേ? മാഡം എല്ലാ ബ്രാഞ്ചിലും സോഫ്റ്റ്വെയർ റോസ്റ്ററാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പറയാൻ പറ്റില്ല, നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ സാറേ, എല്ലാ ബ്രാഞ്ചിലും ജിൽസെ സോഫ്റ്റ്വെയർ ഒന്നും വർക്ക് ചെയ്യണില്ല. സാറേ, എല്ലാ ബ്രാഞ്ചിലും സോഫ്റ്റ്വെയർ റോസ്റ്ററാണ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടാ പോയിട്ട് നാളെ വാ. നാളെ റെഡിയാവും. നീ സോഫ്റ്റ്വെയർ വിളിച്ച് വേഗം പറയാൻ നോക്ക്. ബ്രാഞ്ചിലുള്ളവർക്ക് ഞാനത് വിളിക്കാൻ പോകുന്നില്ല, അവള് വിളിക്കട്ടെ. ശില്പ, അവള് കുറച്ച് പണി എടുക്കട്ടെ. ഹലോ ജിൽസേ. ഹലോ മാഡം, എല്ലാ ബ്രാഞ്ചിലും സോഫ്റ്റ്വെയർ റോസ്റ്ററാണ് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന് നീ എന്തിനാ ഇത്ര ചൂടാവണേ? മാഡം എൻ്റെ അവസ്ഥ ഏതാണ്, അതുകൊണ്ട് പറഞ്ഞു. മര്യാദയ്ക്ക് സംസാരിക്കടാ. ഹലോ, അപ്പച്ചന് അർജന്റായിട്ട് ഓഫീസ് വരെ വരണം. എന്താടി, ഞാൻ പള്ളിയില്ല. നമ്മുടെ സോഫ്റ്റ്വെയറിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് അപ്പച്ച. ബ്രാഞ്ചിലൊന്നും വർക്ക് ചെയ്യില്ല. സോഫ്റ്റ്വെയർ കിട്ടാത്ത ഞാൻ വന്നിട്ട് എന്താ കാര്യം? നീ ആ സോഫ്റ്റ്വെയറിന്റെ ആൾക്കാരെ വിളിക്കും. ജിൽസില്ലേ അവിടെ, അവനോട് പറഞ്ഞാൽ മതി. അപ്പച്ച, അവരെ ഞാൻ വിളിച്ചു. അവര് പറയണ അവരുടെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ്. അതെങ്ങനെ നമ്മുടെ പ്രശ്നമാവണേ? അപ്പച്ചനും ഇങ്ങോട്ട് വരുമോ? ആ പ്രവീൺ സാർ ഇപ്പൊ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ വരാം. സാറേ, നമ്മൾ സോഫ്റ്റ്വെയറുകാരെ വിളിച്ച് തെറി വിളിച്ചിട്ടൊരു കാര്യമില്ല. ഇത് അവരുടെ കുഴപ്പമല്ല. പിന്നെ ആരുടെ കുഴപ്പം? എൻ്റെയാ? ജിൽസ് ഇവിടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ആൾ കൂടിയ പാമ്പി ആയിയാലെന്ന് പറയുന്ന പോലെയാണ്. സാർ, സംഭവം ഹാക്കിംഗ് ആണ്. ഹാക്കിങ്ങോ എന്ന് പറഞ്ഞാൽ? സാർ, ഈ ഹാക്കിംഗ് എന്ന് വെച്ചാൽ ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ കമ്പ്യൂട്ടറിൽ കയറി വിവരങ്ങളൊക്കെ മോഷ്ടിക്കുന്ന പരിപാടിയാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ IT സെക്യൂരിറ്റിയിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. IT സെക്യൂരിറ്റിയുടെ പ്രപ്പോസൽ ഞാൻ തന്നിട്ടുണ്ടായിരുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറ.
സർ നമ്മുടെ സോഫ്റ്റ്വെയർ സൂക്ഷിച്ചിട്ടുള്ളത് ഇവിടെ ഇരിക്കുന്ന സെർവർ എന്ന് വിളിക്കുന്ന ഒരു കമ്പ്യൂട്ടറിലാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഇത്രയും മോശം സെർവർ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലെ കമ്പ്യൂട്ടറുകളും ഈ സെർവറിലേക്ക് ഇൻ്റർനെറ്റ് വഴി കണക്റ്റഡ് ആണ്. കറക്റ്റ് യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെങ്കിലേ ഇതിലേക്ക് ആക്സസ് കിട്ടുള്ളൂ. ഇപ്പം സംഭവിച്ചത് പുറത്തു നിന്നാരോ ഈ സെക്യൂരിറ്റി മറികടന്ന് നമ്മുടെ സെർവറിലേക്ക് കയറി. അവർ സെർവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള നമ്മുടെ കസ്റ്റമറുടെ ഡീറ്റെയിൽസും കണക്കുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ബ്രാഞ്ചിലെ സ്റ്റാഫ് നോക്കുമ്പോൾ സോഫ്റ്റ്വെയറിലൊന്നുമില്ല. അവർ പെട്ടില്ലേ, അവർ നമ്മളെ വിളിച്ചു, നമ്മൾ പെട്ടു.